അപ്പോൾ ഇറാൻ ഒരു ഭീകരവാദ രാഷ്ട്രമല്ലെന്നാണ് പറയുന്നത്. അവർ ഡിഫൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ അമേരിക്കയ്ക്ക് ഉണ്ടല്ലോ ആൾക്കാരില്ലാത്ത ന്യൂക്ലിയർ പെണ്ണില്ലാത്ത ആരോളം എല്ലാവരും അവർ ഡിഫൻസിന് വേണ്ടി വെക്കുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് മാത്രം എന്തുകൊണ്ട് വെക്കാം തോന്നിയ നഷ്ടമല്ലേ. അമേരിക്കയ്ക്ക് എന്തും ചെയ്യാൻ പറയുന്നത് എന്ത് കാര്യമാണ്? ഇതല്ല അവരുടെ കളിയാണ്. അല്ല പിന്നെ കളിക്കുന്ന അമേരിക്കക്കാരുടെ ബ്രെയിനൊന്നല്ല, ജൂതന്മാരുടെ ബ്രെയിനാണ്. ജൂതന്മാർക്കെതിരാണ്. ജൂതന്മാർക്കെതിരാണ്. അവരാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. വീഡിയോ കാണുന്നൊരു സുഹൃത്ത് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. യോജിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി ഭരണകൂടം കൊന്നൊടുക്കിയ 6 മില്യൺ, അതായത് 60 ലക്ഷത്തിലധികം വരുന്ന ജൂതന്മാർക്കെതിരെ ചെയ്ത ജനോസൈഡ് നരഹത്യയോടും നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാനീ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്കും നിങ്ങളുടേതായ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കുമുള്ള കോമൺലി ഉള്ളൊരു ഡൗട്ടാണ്, പരിശുദ്ധമായ ഖുർആൻ യഹൂദികളെ അല്ലെങ്കിൽ ജൂതന്മാരെ വെറുക്കുന്നുണ്ടോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നോ എന്നാണ്. ഒരിക്കലും പരിശുദ്ധമായ ഖുർആനിൽ യഹൂദികൾ എന്നുള്ള ഈ സമൂഹത്തെ ടോട്ടലി ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. ഉദാഹരണം സൂക്തം 3 113 ആയത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അവരിലും ചില നല്ല മനുഷ്യരുണ്ട്. എങ്കിലും ഇതേ സമൂഹത്തിനിടയിൽ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ഇതേ സമുദായത്തിനിടയിൽ തന്നെ ആയിരുന്നു, യഹൂദികൾക്കിടയിലായിരുന്നു, ജൂതന്മാർക്കിടയിലായിരുന്നു ഏറ്റവും വലിയ ഗൗരവമുള്ള തെറ്റുകൾ കാണപ്പെട്ടിരുന്നത്. ആ വിഷയം വ്യക്തമായിട്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല പലയിടങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനധികം മെസ്സേജുമായി വന്ന അവരിലേക്ക് അയക്കപ്പെട്ട മെസ്സഞ്ചേഴ്സ്, റസൂല്, പ്രൊഫറ്റിനെ അവർ കൊന്നുകളഞ്ഞു. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച അതേ സമുദായത്തിൽ തന്നെ അള്ളാഹു ഒരുപാട് ശിക്ഷകളും ഇറക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു പ്രൊഫറ്റ് അല്ലെങ്കിൽ ഒരു ദൂതന്മാരുടെ പരമ്പര കൊണ്ട് അനുഗ്രഹിച്ച ഒരു സമൂഹമായിരുന്നു ഖുർആനിൽ പറയുന്ന ബനൂ ഇസ്രായേൽ ഗോത്രക്കാർ. അവരിലേക്കാണ് ഈസാ നബി, മൂസാ നബി, ദാവൂദ് നബി ഇറക്കപ്പെടുന്നത്. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, തൗറാത്ത്, ഇഞ്ചീൽ, ഇതെല്ലാം അവരിലേക്കാണ് ഇറക്കപ്പെടുന്നത്. അപ്പോൾ അവരിലേക്ക് ഇറക്കിയ ഒരുപാട് അനുഗ്രഹങ്ങൾ പരാമർശിക്കുന്നതിലൂടെ തന്നെ ആഴത്തിൽ തന്നെ അവർ ചെയ്ത തെറ്റുകളും പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു തആല പരാമർശിക്കുന്നുണ്ട്. അതിലൂടെ അള്ളാഹു തആല പറഞ്ഞൊരു വാക്കാണ്, അവരിലും നല്ലവരുണ്ട്. ഒരു സമൂഹത്തെയും മുഴുവനായി ടോട്ടലി പരിശുദ്ധമായ ഖുർആനിൽ അപകീർത്തിച്ചിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ പരാമർശിച്ചിട്ടില്ല. ഏതൊരു കാര്യമെടുത്താലും ഏത് സമൂഹം എടുത്താലും അവരിൽ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. ദെൻ ഹിറ്റ്ലർ ചെയ്ത നരഹത്യ, ജനോസൈഡ്, ഒരു സമൂഹത്തിലെ 90% വരുന്ന ഏകദേശം 6 മില്യൺ 60 ലക്ഷത്തോളം ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഹിറ്റ്ലർ പറയുന്നൊരു വാക്കുണ്ട്, ഇവിടെ ഞാൻ 10% ജൂതന്മാരെ ബാക്കി വെക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് എന്തിനാണെന്ന്, അവരെ കൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് കാലം തെളിയിക്കും. ഈ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും അത് നമുക്ക് സൂചിപ്പിച്ചു തരുന്നുമുണ്ട്. ദെൻ ഖുർആൻ പറഞ്ഞു വച്ച